32 രാജ്യങ്ങളുള്ള ഒരു ഫെഡറേഷൻ. ഈ രാജ്യങ്ങളെല്ലാം ശത്രുരാജ്യത്തിന്റെ ഒരേയൊരു മിസൈൽ അല്ലെങ്കിൽ ഒരേയൊരു ആയുധത്തെ കണ്ട് ഭയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേരെ കൊണ്ട് വിശ്വസിക്കാൻ സാധിക്കും? അതും ഒരു ആണവായുധമോ WMD എന്ന് പറയപ്പെടുന്ന വെപ്പൺസ് ഓഫ് മാസ് ഡെസ്ട്രക്ഷൻ. ഇങ്ങനെ ഒരു വിനാശകരമായ ആയുധമോ അല്ല. ഇപ്പോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാറ്റോയിലുള്ള 32 രാജ്യങ്ങളെ കുറിച്ചാണ്. ഈ 32 രാജ്യങ്ങളെയും റഷ്യ, അതും സോവിയറ്റ് റഷ്യ കാലത്ത് സൃഷ്ടിക്കപ്പെട്ട ഒരു ബോംബ്, അതും ആണവായുധമല്ലാത്ത ഒരു ബോംബ് ഇപ്പോൾ വരെയും ഭയപ്പെടുത്തുന്നുണ്ട്. ഇതിന് നാറ്റോ എടുത്ത തീരുമാനം ഞങ്ങളെ കൊണ്ട് ഈ ഒരു ത്രെഡിന് കൗണ്ടർ ചെയ്യാൻ സാധിക്കുന്നില്ല. ഉക്രൈനുള്ളിൽ റഷ്യ ഈ ആയുധങ്ങൾ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ പ്രശ്നം ഒരുപക്ഷെ നാളെ നാറ്റോ വേഴ്സസ് റഷ്യ എന്ന യുദ്ധം വരുമ്പോഴും സംഭവിക്കും. അതിനാൽ ഞങ്ങൾ ഇപ്പോൾ ഒരു മത്സരം വയ്ക്കുകയാണ്. ഈ മത്സരത്തിൽ ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം. സ്റ്റുഡൻസിന് പങ്കെടുക്കാം, സൈനികം സംബന്ധിക്കുന്ന കമ്പനികൾക്ക് പങ്കെടുക്കാം, ഗവേഷകർക്ക് പങ്കെടുക്കാം, കൂടാതെ പ്രൈവറ്റ് കമ്പനീസിനും ഇതിൽ പങ്കെടുക്കാം. ഈ ഒരു ത്രെഡിനെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള വഴി കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ മത്സരത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് ഒരു മത്സരം പ്രഖ്യാപിച്ചു. അങ്ങനെ ഈ 32 രാജ്യങ്ങളെ ഭയപ്പെടുത്തുന്ന ആ മിസൈൽ ഏതാണ്? മിസൈൽ എന്നതിലുപരി ഒരു പഴയ ബോംബ്. അത് എന്തുകൊണ്ട് ഇത്രത്തോളം വലിയ ഒരു ഭയം അവിടെ സൃഷ്ടിക്കുന്നു? ഇതിനെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഇത്രയും സമയം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, അല്ലെങ്കിൽ നാറ്റോയെ ഭയപ്പെടുത്തുന്നു എന്ന് പറഞ്ഞത് മറ്റൊന്നും അല്ല, റഷ്യയുടെ ഗ്ലൈഡ് ബോംബ്സ് ആണ്. സത്യത്തിൽ ഈ ഗ്ലൈഡ് ബോംബ്സ് എന്ന ടോപ്പിക് വളരെ രസകരമായ ഒരു ടോപ്പിക്കാണ്. കാരണം ഇപ്പോഴുള്ള സാഹചര്യത്തിൽ, കറന്റ് ടെക്നോളജിയിൽ അല്ലെങ്കിൽ ഒരു സാങ്കേതിക വിദ്യയിൽ ഈയൊരു ബോംബുകളെ തടസ്സപ്പെടുത്തുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. അതും റഷ്യയുടെ FAB-250 സീരീസിൽ ആരംഭിച്ച് 3000 വരെയുള്ള ബോംബുകളിൽ ഉക്രൈനെ കൊണ്ട് കൂടുതലായി ഒന്നും ഇതുവരെയും തടസ്സപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. 2023 ഓഗസ്റ്റ് മാസം മുതൽ 2025 ജനുവരി മാസത്തിന്റെ അവസാനം വരെയും ഏകദേശം 3000-ലധികം ഗ്ലൈഡ് ബോംബ്സ് റഷ്യ ഉക്രൈനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഗ്ലൈഡ് ബോംബ്സ് എന്താണ്? അതിനെ എന്തുകൊണ്ട് ഉക്രൈൻ തടസ്സപ്പെടുത്താൻ സാധിക്കുന്നില്ല? അവരതിനെ എന്തുകൊണ്ട് ഇത്രയും കഷ്ടപ്പെടുന്നു? നാറ്റോ എന്തുകൊണ്ട് ഇങ്ങനൊരു മത്സരം പ്രഖ്യാപിച്ചു? ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് വളരെ ലളിതമായി പറയണമെങ്കിൽ, ഇപ്പോ നമ്മളെ സംബന്ധിച്ച് മിസൈൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുറകിൽ ഒരു റോക്കറ്റ് മോട്ടോർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ പുറകിലായി അതിനൊരു എഞ്ചിൻ ഉണ്ടായിരിക്കും. ലോഞ്ച് ചെയ്തതിനു ശേഷം അത് ഇഗ്നൈറ്റ് ആകും. അങ്ങനെ നേരിട്ട് ശത്രുക്കളുടെ പൊസിഷൻസിനെ നോക്കി അത് പോകും. അതിന് നൽകിയിട്ടുള്ള ഇൻപുട്ട് ഉപയോഗിച്ച് സാറ്റലൈറ്റ് നാവിഗേഷൻ അല്ലെങ്കിൽ INS ഇനേർഷ്യൽ നാവിഗേഷൻ സിസ്റ്റം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അതിന്റെ ഇൻപുട്സ് ഉപയോഗിച്ച് അത് അതിന്റെ ലക്ഷ്യത്തെ നോക്കി പറക്കും. ഇതാണ് സാധാരണ ഒരു സംവിധാനം. എന്നാൽ ഇതിനുമപ്പുറം മറ്റു ചില ആയുധങ്ങളുണ്ട്. ഇത് സോവിയറ്റ് റഷ്യ കാലത്ത് നിർമ്മിച്ചു എന്ന് പറയുന്നതിനേക്കാൾ രണ്ടാം ലോക മഹായുദ്ധ സമയം, അതും ഈ മഹായുദ്ധം വളരെ തീവ്രമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജർമ്മനി ഒരു ബോംബ് നിർമ്മിച്ചു. അതിനു മുൻപ് വരെയും ഇത്തരത്തിലുള്ള ബോംബ് വിക്ഷേപിക്കാൻ സാധിക്കും. ഒരു ഫ്രീ ഫോളിംഗ് ബോംബ്സ് ജർമ്മനി സൃഷ്ടിക്കും, അവരുപയോഗിക്കുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടോ ചിന്തിച്ചിട്ട് പോലുമില്ലായിരുന്നു. അപ്പോഴാണ് ഡം ബോംബ്സ് എന്ന് പറയപ്പെടുന്ന ഫ്രീ ഫോളിംഗ് ബോംബ്സ് ജർമ്മനി നിർമ്മിച്ചത്. സത്യത്തിൽ ഇത് വർക്കാകുന്നത് സാധാരണ ഒരു വിമാനത്തിൽ പറന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് ഈ ബോംബുകളെ താഴേക്ക് വീശും. അത് നേരിട്ട് താഴെ വീണ് പൊട്ടിത്തെറിക്കും. അപ്പോ ഇത് ആദ്യമായി സൃഷ്ടിച്ചത് ജർമ്മനി മാത്രമാണ്. ജർമ്മനി നിർമ്മിച്ച് അവസാനിച്ചതിനു ശേഷം ഈ രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്നു. അങ്ങനെ ഇതിന്റെ അടുത്ത ഘട്ടത്തിൽ മറ്റ് രാജ്യങ്ങൾ, ലോകത്തിൽ അപ്പോഴുണ്ടായിരുന്ന മഹാശക്തികളായ അമേരിക്കയും സോവിയറ്റ് റഷ്യയും ചേർന്ന് ഈയൊരു സംവിധാനം പഠിക്കാൻ തുടങ്ങി. അങ്ങനെ നിർമ്മിച്ചതാണ് ഗ്ലൈഡ് ബോംബ്സ്. ഈ ഗ്ലൈഡ് ബോംബ്സ് റഷ്യയുടെ പക്കലുമുണ്ട്, അമേരിക്കയുടെ പക്കലും ഉണ്ട്. എന്നാൽ റഷ്യ ഗ്ലൈഡ് ബോംബ്സിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അതായത് ഇതുവരെയും അവരുടെ ആർസണലിൽ ഉണ്ടായിരുന്ന ബോംബ്സ് മാക്സിമം 30-40 കിലോമീറ്റർ വരെ പോകാൻ കഴിവുള്ളവയായിരുന്നു. അങ്ങനെയുള്ള അൺഗൈഡഡ് ബോംബ്സ് ആയിരുന്നു. എന്നാൽ റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇതിൽ UMP കിറ്റ് എന്ന് പറയപ്പെടുന്ന യൂണിവേഴ്സൽ മോഡുലേഷൻ ആൻഡ് പ്ലാനിംഗ് കിറ്റ് ഈ ഒരു സിസ്റ്റത്തിൽ വയ്ക്കുന്നു. അതായത് സാധാരണ ഒരു ബോംബിൽ എക്സ്ട്രാ 2 സെറ്റ് ഓഫ് വിങ്സും അതിനാവശ്യമായ ഗൈഡൻസ് സിസ്റ്റംസും നൽകുന്നതാണ്. ഇത് വിമാനത്തിൽ നിന്നും ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ദൂരം വരെയും 5-6 മീറ്ററോളം താഴെ ഇറങ്ങിയതിനു ശേഷം ഈ ബോംബ് നേരെ തിരിയും. അങ്ങനെ തിരിഞ്ഞ ഉടനെ ഇതിലുള്ള ചിറകുകൾ ഓപ്പൺ ആകും. ഇങ്ങനെ ഓപ്പൺ ആയതിനു ശേഷം അതിൽ ചെറിയ ചെറിയ കറക്ഷൻസ് സംഭവിക്കും. അതായത്
ഒരു 65 കിലോമീറ്റർ ദൂരത്തിലുള്ള ഒരു ടാർഗറ്റ് സോൺ ഈ ടാർഗറ്റ് സിസ്റ്റമിന് ടാർഗറ്റ് നൽകിയിട്ടുണ്ടാകും. അങ്ങനെയുള്ളപ്പോൾ അതിനെ നോക്കി ബോംബിനെ അയക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് എഞ്ചിൻ ഉണ്ടാകണം. എന്നാൽ ഇതിൽ എഞ്ചിൻ ഇല്ല. ആ ഒരു കാരണത്താൽ വളരെ വേഗത്തിൽ വിമാനത്തിൽ നിന്നും ഇതിനെ ലോഞ്ച് ചെയ്യും. അതിനുശേഷം ആ ഒരു വേഗതയെയും ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തെയും ഉപയോഗിച്ചുകൊണ്ട് ആ ബോംബ് അങ്ങനെ പറന്നുകൊണ്ടുപോകും, കാറ്റിൽ പറന്നുകൊണ്ടുപോകും. അങ്ങനെ അതിവേഗത്തിൽ വന്ന് പൊട്ടിത്തെറിക്കുന്നതാണ് ഈ ഗ്ലൈഡ് ബോംബ്സിന്റെ ഒരു സവിശേഷത. ഇപ്പൊ ഈ അകത്തേക്ക് ബോംബുകൾ വരുന്നുണ്ടല്ലോ, ഇതിനെ എന്തുകൊണ്ട് എയർ ഡിഫൻസ് സിസ്റ്റത്തെ കൊണ്ട് ഇന്റർസെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല? ഇപ്പൊ ലോകത്തിൽ തന്നെ അതിനവീനമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ട്. പാട്രിയോട്ട്, താഡ് പോലുള്ള സിസ്റ്റങ്ങൾ. എന്നാൽ താഡ് എല്ലാത്തിനും ഉപയോഗിക്കാൻ സാധിക്കില്ല. പാട്രിയോട്ട് ഉപയോഗിക്കാം. അങ്ങനെയുള്ള പ്രതിരോധ സംവിധാനങ്ങളെ കൊണ്ട് എന്തുകൊണ്ട് ഇതിനെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല? ഈ ചോദ്യത്തിന് ലളിതമായ ഒരു മറുപടിയുണ്ട്. ഇപ്പോ നിലവിലുള്ള അത്രയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും റഡാർ സിഗ്നൽസിനെ ഇൻപുട്ടായി നൽകുന്നതിലൂടെയും അതിൽ നിന്ന് വരുന്ന ഹീറ്റിനെ ട്രാക്ക് ചെയ്ത് മാത്രമാണ് ഇവയെല്ലാം വർക്കാകുന്നത്. എന്നാൽ ഈ ബോംബുകളിൽ എൻജിൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും പുറത്തേക്ക് ചൂടുകളൊന്നും വരില്ല. അതും ഇത് വളരെ ലോ ആൾട്ടിറ്റ്യൂഡിലെത്തി ഡീപ്പ് ഡൈവ് എടുക്കുമ്പോൾ ഇതിന്റെ RCS ഇതിനകം ഉള്ള ഏതൊരു മിസൈലുമായും മാച്ച് ആകില്ല. കൂടാതെ ഇതിന്റെ ഫ്ലൈറ്റ് പാത്തിൽ ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് വരുത്തുന്നത് കൊണ്ടും ഇതിന്റെ റഡാർ ക്രോസ് സെക്ഷൻ അവിടെ ലഭിക്കാത്ത കാരണം കൊണ്ടും ഇതിനെ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന ചാൻസസ് എന്നത് 50-50% ആണ്. അതായത് ഇന്റർസെപ്റ്റ് ചെയ്യാനേ സാധിക്കില്ല. ഇതിന് ഒരു നല്ല ഉദാഹരണം പറയണമെങ്കിൽ ജനുവരി മാസം 25 പോലും സാബ്രോസീഷ്യയിൽ റഷ്യ ഇതുപോലെ ഗ്ലൈഡ് ബംസ് ഉപയോഗിച്ച് ഒരു വലിയ വ്യോമാക്രമണം നടത്തി. 2022 റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയ അന്ന് മുതൽ ഇത്തരത്തിലുള്ള ഒരു അറ്റാക്ക് അവർ നടത്തിയിട്ടേയില്ല. അതും ഈ ബോംബ് ഉപയോഗിച്ച് അത്രത്തോളം വലിയ ഒരാക്രമണം തന്നെ നടത്തി. ഇത് ഉക്രൈനെ കൊണ്ട് ഡിഫൻഡ് ചെയ്യാൻ സാധിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഈ സാബ്രോസീഷ്യ ഫ്രണ്ടിലും തൊട്ടടുത്തുള്ള കേഴ്സൺ, ഒഡീസ ഇവയെല്ലാം പൂർണ്ണമായും പാട്രിയോട്ടിന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളാണ്. എന്നാൽ ഈ പാട്രിയോട്ടിനെ കൊണ്ട് ഈ ബോംബുകളെ ഡിഫൻഡ് ചെയ്യാൻ സാധിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇവിടെ ഈ പാട്രിയോട്ട് എന്നല്ല, S-400 ഉണ്ടെങ്കിൽ പോലും ഈ ബോംബിനെതിരെ ഇവയെ കൊണ്ട് ഫലപ്രദമായി പ്രവർത്തിക്കാൻ സാധിക്കില്ല. കാരണം ഇതിനെ കൗണ്ടർ ചെയ്യാനുള്ള ചാൻസസ് തന്നെ വളരെ വളരെ കുറവാണ്. ഇപ്പോ ഇതിനെ കൗണ്ടർ ചെയ്യുന്നതിനുള്ള മോസ്റ്റ് ഫീസിബിൾ ആയ ഒരു കാര്യം അല്ലെങ്കിൽ എളുപ്പമായ ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ ആകാശത്തിൽ പറന്നുകൊണ്ടിരിക്കുന്ന വ്യോമസേന വിമാനങ്ങൾ ഉപയോഗിച്ചും ഹെലികോപ്റ്റേഴ്സ് ഉപയോഗിച്ചും അല്ലെങ്കിൽ മിസൈൽസിന് എതിരായിട്ടുള്ള മെഷീൻ ഗൺസ് ഉപയോഗിച്ചും മാത്രമേ ഇവയെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ സാധിക്കൂ. എന്നാൽ അതിനുള്ള റിയാക്ഷൻ ടൈം അത് വളരെ കുറവായിരിക്കും. അവരത് വിഷ്വലി ലൊക്കേറ്റ് ചെയ്ത് അത് എത്ര വേഗത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു, എത്ര പെട്ടെന്ന് നമ്മളെ കൊണ്ട് അതിനെ ആക്രമിക്കാൻ സാധിക്കും, ഇതിനെല്ലാം അവർക്കുള്ള സമയം എന്നത് വെറും ചില സെക്കൻഡ്സ് മാത്രമാണ്. അപ്പോ ഇത്രത്തോളം ഷോർട്ടസ്റ്റ് റിയാക്ഷൻ ടൈം ഉള്ളതുകൊണ്ട് ഇവർ ആരെ കൊണ്ടും ഇതിനെ പ്രോപ്പറായി ഇന്ന് വരെയും ഇന്റർസെപ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇന്റർസെപ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ച് ഉക്രൈൻ എടുത്ത ശ്രമങ്ങളുമെല്ലാം പരാജയപ്പെട്ടു. എന്നാൽ റഷ്യയ്ക്ക് ഇതുവഴി ലഭിക്കുന്ന വിജയം അത് വളരെ വലുതാണ്. ഇതിന് റഡാർ ക്രോസ് സെക്ഷൻ ഇല്ലാത്തതുകൊണ്ടും എഞ്ചിൻ ഔട്ട്പുട്ട് ഇല്ലാത്തതുകൊണ്ടും ഏതൊരു മിസൈൽ ഡിഫൻസ് സിസ്റ്റത്തെ കൊണ്ടും ഇതിനെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. ഇപ്പൊ നാറ്റോ എന്തുകൊണ്ട് ഇതിനെ ഭയപ്പെടുന്നു, അല്ലെങ്കിൽ റഷ്യ എത്രത്തോളം യൂസ്ഫുൾ ആയി ഇതിനെ ഉപയോഗിച്ചു എന്ന് നോക്കിയാൽ റഷ്യ അവരുടെ പ്രൊട്ടക്ഷൻ ലൈൻസ് അധികമാക്കി. കൂടാതെ 250 സീരീസ് മുതൽ മാക്സിമം 3000 സീരീസ് ബോംബുകൾ ഏകദേശം ചില മില്യൺസോളം ഇവരുടെ ആർസണലിൽ ഉണ്ടാകാം എന്നാണ് പറയുന്നത്. ഇതുപോലെ ഒരു ദിവസം 30-40 ഗ്ലൈഡ് ബോംബ്സ് റെഗുലറായി റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യ ഉപയോഗിച്ചാലും കുറഞ്ഞത് ഒരു 10 വർഷമെങ്കിലും ഇവരുടെ ഈ സ്റ്റോക്ക് പൈൽസ് കുറയില്ല എന്നാണ് പറഞ്ഞത്. ഇനി എതിർദിശയിൽ ഇതിനെ കൗണ്ടർ ചെയ്യുന്ന രീതിയിൽ ഉക്രൈന്റെ പക്കൽ ജെഡാംസ് പോലുള്ള സംവിധാനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും അതൊന്നും തന്നെ ഇവിടെ പ്രയോജനകരമായിട്ടേയില്ല. കാരണം ഇവയുടെ വാർഹെഡ് വളരെ അധികമാണ്. 3000 സീരീസ് ബോംബ്സിൽ 1 ടണ്ണിലധികം വാർഹെഡ് ഉണ്ട്. എന്നാൽ അതേ കാറ്റഗറിയിൽ ഉക്രൈന്റെ പക്കൽ ബോംബ് ഇല്ല. അമേരിക്കയുടെ പക്കൽ ഉണ്ട്. പക്ഷെ ഉക്രൈൻ അവരെ കൊണ്ട് നൽകാനും സാധിക്കില്ല. അപ്പോ ഇവയെല്ലാം ചേർന്ന് ഉക്രൈന് ഒരു സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നത് കൊണ്ടും റഷ്യയ്ക്ക് ഇവിടെ വളരെ ഫ്രീ ആയി ആയുധങ്ങൾ ഉപയോഗിക്കാൻ കഴിവുള്ള ഒരു ആക്സസ് ലഭിക്കുന്നത് കൊണ്ടും ഇപ്പോൾ വരെയും ഈ സീരീസിലുള്ള ബോംബ്സുകൾ കാരണം ഉക്രൈന് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിൽ യാതൊരു മാറ്റവും ഇല്ല. എന്നെ സംബന്ധിച്ച് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഒരു റിയൽ ഗെയിം ചേഞ്ചർ ആണെങ്കിൽ അത് ഈ ഗ്ലൈഡ് ബോംബ്സ് ആണ്. കാരണം 70 കിലോമീറ്റർ അകലെ നിന്ന് റഷ്യയുടെ Su-34 വിമാനങ്ങൾ വളരെ ഹൈ
ആൾട്ടിറ്റ്യൂഡിൽ നിന്നും ഇതിനെ റിലീസ് ചെയ്യുന്നു. അത് ഉക്രൈന്റെ എയർ ഡിഫൻസ് സിസ്റ്റത്തെ കൊണ്ട് എൻഗേജ് ചെയ്യാനും കഷ്ടപ്പെടുന്നുണ്ട്. ഇതുപോലുള്ള ഒരു സാഹചര്യം ആരംഭകാലത്തിൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യ ഉപയോഗിച്ചിരുന്നെങ്കിൽ, ഇതേ രീതിയിലുള്ള ടാക്ടിക്സ് തുടക്കകാലത്ത് ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇത്രയും ദിവസം ഉണ്ടായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ റഷ്യയ്ക്ക് ഉണ്ടായ വിമാനങ്ങളുടെ നഷ്ടത്തെ തീർച്ചയായും റഷ്യയെ കൊണ്ട് കുറച്ചിരിക്കാൻ സാധിക്കും. എന്നാൽ യുദ്ധങ്ങൾ മാറുംതോറും അല്ലെങ്കിൽ യുദ്ധങ്ങൾ നീളുംതോറും പല ഭാഗങ്ങളിൽ നിന്നും പല കണ്ടുപിടുത്തങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഈ കറക്ഷൻ മോഡലാണ്. ഇതിനു മുൻപ് ഇതിനെ കൂടുതലായി യാതൊരു രാജ്യവും ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോൾ റഷ്യ ഇത് ഉപയോഗിച്ച് കാണിച്ചതിനു ശേഷം, ഇതിന്റെ എഫക്റ്റീവ്നെസ് പ്രൂവ് ചെയ്തതിനു ശേഷം ഒരുപാട് രാജ്യങ്ങൾ ഇതിനെ കൗണ്ടർ ചെയ്യാനുള്ള സാങ്കേതിക വിദ്യകൾ കണ്ടുപിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതാണ് നാറ്റോയുടെ ഇപ്പോഴത്തെ റിക്വസ്റ്റും നാറ്റോ ഇപ്പോൾ നടത്തുന്ന ഈ പ്രധാനപ്പെട്ട മത്സരവും. ഒരു പക്ഷേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാമോ? ഇതിനെ എങ്ങനെ കൗണ്ടർ ചെയ്യാം, ഇതിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള എന്തെങ്കിലും വഴി നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ അത് കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.